നമസ്കാരം. ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പ് ആല വിപണി സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കർഷകർ അതിരൂക്ഷമായ ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജനങ്ങൾ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 2 പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നതിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് ഒരു പാളാംതോടൻ കൊലയിലുണ്ടായ ഒരു ഇഷ്യൂ ആല ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ എത്തിക്കുന്നു. അങ്ങനെ ഒരു വാട്സപ്പ് കൂട്ടായ്മയിൽ എത്തിച്ച ശേഷം ആ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടി നമുക്ക് വിപണനങ്ങൾ വളരെ ഈസി ആയിട്ട് നടത്താനായിട്ട് സാധിച്ചു. അതിനോടൊപ്പം തന്നെ നമ്മൾ തൈകളുടെയും വിത്തുകളുടെയും വിതരണങ്ങളൊക്കെ പരസ്പരം ഈ വാട്സപ്പ് കൂട്ടായ്മ മുഖേന അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് കൃഷി വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിപണനം വലിയൊരു പ്രശ്നമായിട്ട് മാറി. അതിന് തുടർച്ചയായിട്ടാണ് നമ്മൾ ആല വിപണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആല വിപണി സ്റ്റാർട്ട് ചെയ്തു. അതിപ്പം 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. അതിനുശേഷം നമ്മുടെ തിരുവിതാംകൂറിൽ ആകമാനം അനേകം വിപണികൾ ഇതിന് തുടർച്ചയായിട്ട് ആരംഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കർഷകരുടെ ഏറ്റവും വലിയ ലഭിച്ചിരിക്കുന്ന ഗുണം എന്ന് പറയുന്നത് അവർക്ക് യാതൊരു ചൂഷണവുമില്ലാതെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനായിട്ട് മധ്യപ്രദേശിൻ്റെ പല ഭാഗങ്ങളിലും വാട്സപ്പ് കൂട്ടായ്മകളിലും വിപണികളിലും ഉണ്ടെന്നുള്ളതാണ്. അതുപോലുള്ള വാട്സപ്പ് കൂട്ടായ്മകളും വിപണികളും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുകയാണെങ്കിൽ യാതൊരു ചൂഷണവുമില്ലാതെ കർഷകർക്ക് അവരവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബാർട്ടർ സിസ്റ്റത്തിൽ കൂടി വീട്ടുകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിന് സാധിക്കും. നല്ല കാർഷിക ഉൽപ്പന്നങ്ങൾ ഓരോ വീടുകളിലും എത്തിക്കുന്നതിനും ഓരോ വീടുകളിലും നല്ല കൃഷി ചെയ്യുന്നതിനും സാധിക്കുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ മാരകമായിട്ടുള്ള പല രോഗങ്ങളും ഇല്ലാതാക്കുന്നതിനും സാധിക്കുകയും ചെയ്യും. ഇതാണ് വിപണി മുഖേന നൽകാനായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്. അതിനുശേഷമായിട്ടാണ് നമ്മൾ പമ്പ ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ, അതായത് കർഷകൻ്റെ കട, ചെങ്ങന്നൂരിനടുത്ത് മുണ്ടങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് NSSൻ്റെ യൂണിയൻ ഓഫീസ് ബിൽഡിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് ലഭിക്കുന്ന സബ്സിഡികൾ സംബന്ധമായിട്ട് ജനങ്ങൾക്ക് കൃത്യമായിട്ടൊരു ബോധവൽക്കരണം കിട്ടുന്നില്ല. അപ്പം അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ കൂടിയായിരുന്നു നമ്മൾ പമ്പ ഫാർമേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. ആ ഷോപ്പിൽ കൂടി ജനങ്ങൾക്ക് വ്യാപകമായിട്ട് നമ്മൾ ബോധവൽക്കരണം നടത്തി എന്തെല്ലാമാണ് സർക്കാരിൻ്റെ സ്കീമുകൾ എന്നുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ സ്മാം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ആ സ്കീം പ്രകാരം നമുക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊപ്ര ഡ്രയർ 60% സബ്സിഡിയിൽ ലഭിക്കും ഒരു വ്യക്തിക്ക്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കൃഷി ഉപകരണങ്ങളെല്ലാം തന്നെ 50% സബ്സിഡി ലഭിക്കും. അതേസമയത്ത് നമ്മൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 80% സബ്സിഡി നമുക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ ഷോപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ചെറുകിട വ്യവസായ യൂണിറ്റുമായിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് 60% സബ്സിഡിക്ക് ഓരോ സംരംഭകർക്കൊക്കെ ഓരോ ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വേണ്ട അഡ്വൈസുകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഒത്തിരി സബ്സിഡി സ്കീമുകളുണ്ട്, ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മുടെ ജനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല.